ഡിവൈഎഫ്ഐയുടെ K7 സോക്കർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കാഞ്ഞങ്ങാട് ആവേശകരമായി പുരോഗമിക്കുന്നു. കായികത്തോടൊപ്പം കലയും കോർത്തിണക്കിയുള്ള മത്സരം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ലഹരിയാവാം കളിയിടങ്ങളോട് എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം മുൻനിർത്തിയാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം K7 സോക്കർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. KSFA അംഗീകൃത ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. ദേശീയ അന്തർദേശീയ താരങ്ങളും വിദേശ താരങ്ങളും അണിനിരക്കുന്ന മത്സരങ്ങൾ കാഞ്ഞങ്ങാടിനെ ആവേശത്തിന്റെയും ആരവങ്ങളുടെയും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് പുരോഗമിക്കുന്നത്. കായികത്തോടൊപ്പം കലയും കോർത്തിണക്കിയുള്ള ടൂർണമെന്റ് നേരിൽ കാണാൻ എത്തുന്നവരുടെ എണ്ണവും അനുദിനം കൂടി വരികയാണ്. വ്യാഴാഴ്ച രാത്രിയിൽ നടന്ന ഉദ്വേഗജനകമായ മത്സരത്തിൽ യൂറോ സ്പോർട്സ് പടതയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഉഷ FC തൃശൂർ ടൂർണമെന്റിന്റെ 2ാം റൗണ്ടിലേക്ക് കടന്നു. വിദേശ താരം കെവിനാണ് ഉഷ FCക്ക് വേണ്ടി 2 ഗോളുകളും നേടിയത്. മത്സരത്തിന് മുന്നോടിയായി കളിക്കളത്തിൽ അരങ്ങേറിയ അഡോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ കൈകൊട്ടിക്കളി കാണികളുടെ ഹർഷാരവങ്ങൾ ഏറ്റുവാങ്ങി. അവതരണം കഴിഞ്ഞയുടനെ ഇവർക്ക് സംഘാടക സമിതിയുടെ വകയായി സ്നേഹോപഹാരവും സമ്മാനിച്ചു. മത്സരത്തിലെ മികച്ച താരത്തിനുള്ള അനുമോദനത്തിന്റെ ഉപഹാരവും തത്സമയം തന്നെ നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.